പിന്നെ മൂപ്പര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച അന്ന് അത്ഭുതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി എത്രയാ കഷ്ടപ്പെടുന്നതാ സാധു. നിങ്ങളൊന്ന് ശാന്തമായിട്ട് ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം അത്ഭുതമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മൂപ്പര് വിവരക്കേടിന്റെ ഗുഡ്സ് വണ്ടി പോണത് എങ്ങനെ വെച്ചാല് ബിംബം തലകുത്തി വീണിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അനൂശർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം കിടുങ്ങിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ സാബാ തടാകം വറ്റിയിട്ടുണ്ടെങ്കിൽ, അതൊക്കെ ഒരു ഭയങ്കര സംഭവമായിട്ട് ആ ആൾക്കാർ പേർഷ്യയിലെ തീകുണ്ടാരം പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ചരിത്രമായിട്ട് അവര് കാണൂലേ. ബാബരി മസ്ജിദ് തകർത്ത ദിവസം നമ്മളിപ്പോഴും ഓർക്കണില്ലേ? അതുകൊണ്ട് അതൊരു ചരിത്രമായിട്ട് അവർ കാണൂലേ? അപ്പൊ അതുകൊണ്ട് എന്നാ നബിതങ്ങൾ ജനിച്ച ദിവസം കിട്ടിയെന്നില്ലേ എന്നാണ് ഈ സാധു ചോദിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ ജനിച്ചത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. എന്നാണെന്ന എക്സാക്ട് ഡേറ്റിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. അപ്പൊ തർക്കമുള്ളതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ മഹത്വമൊന്നുമില്ല, അന്ന് പ്രത്യേക അത്ഭുതമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിരീക്ഷിക്കണ ഈ സാധുക്കൾ ചിലപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടന്നല്ല എന്ന് പറയുമെന്നാണ് ഇപ്പൊ എന്റെ ഭയം. കാരണം എന്താ വെച്ചാല് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ തർക്കം ഉണ്ടാവില്ല എന്നാണല്ലോ ഇവരെ വാദം. ഉള്ള സംഗതിയിൽ തർക്കം ഉണ്ടാവില്ല എന്നാ വാദിക്കണതെങ്കിൽ ഇനിയിപ്പോ റസൂല ജനിച്ചത് 12-നാണോ അല്ല 18-നാണോ 10-നാണോ പല അഭിപ്രായം വന്നപ്പോ നബിതങ്ങൾ ജനിച്ചിക്കണമെങ്കിൽ തർക്കം ഉണ്ടാവില്ല. അതുകൊണ്ട് റസൂല ജനിച്ചിട്ടന്നെ അല്ല എന്നിട്ട് ഇനി ഈ സാധുക്കളുടെ വിവരക്കേടുകൊണ്ട് ഇവർ കണ്ടെത്തുമെന്ന് മാത്രമേ ഇപ്പൊ മുസ്ലിങ്ങൾ പേടിക്കേണ്ടതുള്ളൂ. ഏതായാലും ശരി, ഞാൻ സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ ഉണ്ടായ മഹത്വങ്ങൾ, അതേപോലെ തന്നെ അത്ഭുതങ്ങൾ മുസ്ലിം ലോകത്ത് ഇസ്ലാമിക ചരിത്രം എഴുതിയ എല്ലാ പണ്ഡിതന്മാരും, മുസ്ലിം ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട ചരിത്രം എഴുതിയ എല്ലാ പണ്ഡിതന്മാരും ഒരൊറ്റയാൾ ഒഴിവില്ല, എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായത്തു വന്നിഹായ നോക്കാം, അതേപോലെ ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഖസായിസുൽ കുബറ നോക്കാം, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ ദലായിലുൻ നുബുവ നോക്കാം, അതേപോലെ തന്നെ ഇമാം ഹാഫിദ് അബൂ നുഐം റളിയല്ലാഹു അൻഹുവിന്റെ ദലായിലുൻ നുബുവ നോക്കാം. ഇങ്ങനെ തുടങ്ങി മുസ്ലിം ലോകത്ത് റസൂലുള്ളാഹിന്റെ ചരിത്രം എഴുതിയ ഏതൊക്കെ പണ്ഡിതന്മാരും ഇമാമുകളുണ്ടോ അവര് മുഴുവനും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ദിവസത്തിലുണ്ടായ അത്യത്ഭുതകരമായ സംഭവങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ള ജനിച്ച ദിവസത്തിൽ ഒരു സംഗതി ഉണ്ടായിട്ടില്ല, അതൊരു ചരിത്രപരമായ ഒരു സംഭവമൊന്നുമല്ല എന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ച് അതിനുവേണ്ടി സംസാരിക്കുന്ന ഈ ചങ്ങാതിമാര് ഇവരേതാ ജാതി എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? എന്റെ പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്, അത് ചരിത്രത്തിൽ ഒരു ഇടം പിടിക്കുന്ന ദിവസമാണെന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടാത്തവൻ അവൻ ഏതാ ജാതി എന്ന് വാസ്തവത്തിൽ മുസ്ലിമീങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ ഇവിടെ പറയാം. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായയുടെ 2-ാം വാള്യം ഈ 311-ാമത്തെ പേജിൽ ഒരു ഹെഡിങ് എന്ന് കൊടുക്കുകയാണ്, ദിക്റു ഇർത്തിജാസി ഈവാന കിസ്റ വ സുഖൂത്തി ശുർഫാത്തി വ ഹുമൂദിൻ നീറാനി വ റൂയൽ മൂബിദാനി വ ഗൈരി ദാലിക മിനദ് ദലാലാത്തി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം കിസ്റ ചക്രവർത്തിയുടെ സിംഹാസനം അത് പ്രകമ്പനം കൊണ്ടതും, അതേപോലെ തന്നെ അതിൽ നിന്ന് ഗോപുരങ്ങൾ അടർന്നു വീണതും, അതേപോലെ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ കെട്ടുപോയതും, അതേപോലെ തന്നെ മൂബിദാൻ രാജാവ് കണ്ട പ്രത്യേക സ്വപ്നവും അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ദിവസത്തിൽ ഉണ്ടായ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള അപഗ്രഥനം എന്ന് ഹെഡിങ് ഇട്ടുകൊണ്ട് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായയിൽ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, വസ്തുതാപരമായിട്ട് ആലോചിച്ച് നോക്കണം. അലമ്മ കാനത്തിൽ ലൈലത്തുല്ലത്തി ഉലിദ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പ്രസവിച്ച ആ രാവ് സംഭവിച്ചപ്പോൾ ഇർതജസ ഈവാനു കിസ്റ രാജാവിന്റെ സിംഹാസനം അത് പ്രകമ്പനം കൊണ്ടു. വസഖത്തത് മിൻഹു 14 ശുർഫതൻ, അതിൽ നിന്ന് 14 ഗോപുരങ്ങൾ ഡൂമുകൾ അടർന്നു വീണു. വഖമദത്തിനാറു ഫാരിസ, പേർഷ്യക്കാരുടെ തീ അവരാരാധിച്ചിരുന്ന തീ കെട്ടുപോയി. വലം തുഹ്മദ് ഖബല ദാലിക ബിഅൽഫി ആം, 1000 കൊല്ലം വരെ അത് കെടാതെ. ചിലയിടത്ത് 2000 കൊല്ലം ചരിത്രത്തിൽ ഡേറ്റിന്റെ കാര്യത്തിലുള്ള തർക്കമാണ്, ഞായ്മ സൈക്കിൾ എടുത്ത് കൂടേണ്ട കാര്യമല്ല. 1000 കൊല്ലം അത് കെടാതെ കത്തിക്കൊണ്ടേയിരുന്ന ആ പേർഷ്യക്കാരുടെ തീക്കുണ്ടാരം പൊലിഞ്ഞുപോയി. വകാലത്ത് ബുഹൈറത്തു സാവ തടാകം വറ്റിപ്പോയി. വറഅൽ മൂബിദാനു ഇബ്ലൻ സിആബൻ തഖൂദു ഖൈലൻ ഉറാബൻ ഖദ് ഖുതിഅത് ദജലത്തുൻ വന്തശറത് ഫീ ബിലാദിഹിം. അങ്ങനെ മൂബിദാൻ രാജാവ് പ്രത്യേകമായിട്ടുള്ള സ്വപ്നങ്ങൾ
ബിംബങ്ങളൊക്കെ കണ്ടു. ഇങ്ങനെ തുടങ്ങി കിസ്റ രാജാവ് അടക്കം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും റസൂലുള്ളാന്റെ ജനനവുമായിട്ട് ബന്ധപ്പെടുത്തി വിവിധ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ലോകത്ത് സംജാതമാവുകയും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തി. നിങ്ങൾ നോക്കൂ, അദ്ദേഹം അതിന്റെ മുമ്പ് പറയുന്നത് ഫസ്ലും ഫീമ വഖഅമിനൽ ആയാത്തി ലൈലത്ത മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാവിന് സംഭവിച്ച അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് 2-ാം വാള്യം 309-ാമത്തെ പേജിൽ മഹാനവറുകൾ വിശദീകരിക്കുന്നു. ഖദ് ദക്കർനാ ഫീ ബാബി ഹവാത്തിഫിൽ ജാന്നി, ഹവാത്തിഫുൽ ജാൻ എന്ന് പറയുന്ന ഹെഡിങ്ങിന് കീഴിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, മിൻ ഖുറൂരി കസീറിൻ മിനൽ അസ്നാമി ലൈലത ഇദിൻ ലിവുജൂഹിഹാ വസുഖൂതിഹാ നമാകിനിഹാ. അന്നത്തെ രാത്രി ഒരുപാട് ബിംബങ്ങൾ തലകുത്തി വീഴുകയും അതിന് സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്തു എന്ന സംഭവം. അതേപോലെ ഒമാർ ആഹു നജ്ജാശിയു മലിക്കുൽ ഹബശ, എത്യോപ്യൻ രാജാവായ നജ്ജാശി കണ്ട സ്വപ്നം. വളുഹൂറുൻ നൂരി മഅഹു ഹത്താ അളഅത ലഹു ഖുസൂറു ശാമിഹീന ഉലിദ്, റസൂൽ പ്രസവിക്കപ്പെട്ടപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബിതങ്ങളോടൊപ്പം ഒരു പ്രകാശം പുറപ്പെടുകയും ആ പ്രകാശത്തിൽ ബസറയിലെ പട്ടണങ്ങൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ തെളിഞ്ഞു കാണുകയും ചെയ്തത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള മറ്റു ഒട്ടനവധി സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അന്നത്തെ രാത്രി പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരാളെ കുറിച്ച് ഇബ്നു കസീർ പറയുന്നുണ്ട്. അതെന്താ, ഹക്ക സുഹൈലിയുൻ തഫ്സീർ ബഖീബിൻ മുഖല്ലദുൽ ഹാഫിൽ അന്ന ഇബ്ലീസ് റന്ന അർബഅ റന്നാത്തിൻ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി 4 തവണ വല്ലാണ്ട് വേദനിച്ച് കരഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹീന ലുഐൻ, അവൻ ശപിക്കപ്പെട്ട സമയത്ത്, വഹീന ഉഹ്ബിത, സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയത്തും, വഹീന ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പ്രസവിക്കപ്പെട്ട സമയത്തും, വഹീന ഉൻസിലത്തിൽ ഫാത്തിഹ, ഫാത്തിഹ അവതരിപ്പിക്കപ്പെട്ട സമയത്തും ഇബ്ലീസ് വല്ലാണ്ട് വിഷമിച്ച് കരഞ്ഞിട്ടുണ്ട്. ലിമീലാദിഹി ഇബ്ലീസു ഖദറന്ന റന്നതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം ഇബ്ലീസ് വല്ലാണ്ട് വേദനിച്ച് കരഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഈ ജനനം ഒരു സംഭവമാണ് ഇബ്ലീസിന് മനസ്സിലായി. അതേ സമയത്ത് ആ ജനനം ഒരു സംഭവമല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ച് സംസാരിക്കുന്നവർ നബി തങ്ങളുടെ ഗുണകാംക്ഷികളാണോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ അനുയായികളാണോ എന്ന് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, മക്കയിൽ കഅബത്തിൽ ബിംബങ്ങൾ തലകുത്തി വീണില്ല, മക്കത്തെ ബിംബങ്ങൾ അത് അറിഞ്ഞില്ല എന്നാണ് ഈ മിസ്കീൻ പറയുന്നത്. എന്നാ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്നെ, അതേപോലെ തന്നെ അൽ ഖസായിസുൽ കുബ്രയിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അടക്കം പണ്ഡിതന്മാരെ മുഴുവനും രേഖപ്പെടുത്തുകയാണ്. എന്ത്, ഖാലൽ ഖറായിത്തിയു, മഹാനായ ഇമാം ഖറായിത്തി പറഞ്ഞിരിക്കുന്നു, ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദിൻ ഹദ്ദസന ഉമാറത്ത് ഇബ്നു സൈദിൻ ഹദ്ദസനി അബ്ദുല്ലാഹി ഇബ്നുൽ അലായി ഹദ്ദസനി യഹ്യ ഇബ്നു ഉർവാൻ നബിഹി അന്ന നഫറം മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ, അതിൽ കുറെ ആളുകളുടെ പേര് പറയുന്നുണ്ട്, വർഖത്ത് ഇബ്നു നൗഫൽ, അതേപോലെ തന്നെ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് ഇബ്നു റിയാബ്, ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്, അവരൊക്കെ കാനു ഇൻദ സനമിൻ ലഹും, അവരുടെ ഒരു ബിംബത്തിന്റെ അടുത്ത് ഇരിക്കുന്നു. യജ്തമിഊന ഇലൈഹി, അതിന്റെ അടുത്തേക്ക് നിന്ന് ഖദിത്തഖദു ദാലിക്കൽ യൗമ മിൻ കുല്ലി സനത്തിൻ ഈദൻ കാനു യുഅല്ലിമൂനഹു വയൻഹറൂന ലഹു ജസൂർ സുമ്മ യഅകുലൂന വയശ്റബൂന അൽ ഖംറ വയഖുഫൂന അലൈഹി ഫദഖലു അലൈഹി ലൈല. അങ്ങനെ എല്ലാ കൊല്ലത്തിലും ഒരു ദിവസം പ്രത്യേകം ആഘോഷം ആ ബിംബത്തിന്റെ അടുത്ത് അവർ സംഘടിപ്പിക്കുകയും അന്ന് ഒട്ടകങ്ങളെ അറുത്ത് അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള കള്ളു കുടിക്കാനും അതേപോലെ ആരാധനാ സംഗതികൾക്കൊക്കെ വേണ്ടി ആ രാത്രി ഒരു ആവേശത്തോടെ കൊണ്ടു നടക്കും. അങ്ങനെ ഫദഖലു അലൈഹി ലൈല, ആ രാത്രി അവർ ബിംബത്തിന്റെ അടുത്തേക്ക് പ്രവേശിച്ചു. ഫറാഹു മക്ബൂബൻ അലാ വജീഹി, അപ്പോൾ അത് ആ ബിംബം മുഖത്തിന്റെ മേലെ മുഖം കുത്തി വീണ് കിടക്കുന്നത് ആര് കണ്ടു? ഈ ആളുകൾ കണ്ടു, ഈ ഖുറൈശി നേതാക്കന്മാർ കണ്ടു. അങ്ങനെ ഫഅൻകറു ദാലിക ഫഅഖദൂഹു ഫറദ്ദൂഹു ഇലാ ഹാലിഹി, ഇതെന്ത് സംഭവിച്ചവർക്ക് വലിയ വിഷമം തോന്നുകയും അതിനെ പഴയ അവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷെ ഫലം മെൽബസ് അനിങ്കല ബംഗലാബൻ അനീഫ, അവർ കൂടുതൽ സമയം കഴിയാതെ വീണ്ടും തലകുത്തി വീണു. ഫഅഖദൂഹു ഫറദ്ദൂഹു ഇലാ ഹാലിഹി, വീണ്ടും അതേ അവസ്ഥയിലേക്ക് മടക്കി. വീണ്ടും അത് അതേപോലെ തന്നെ വന്നപ്പോ യുഗ്തമ്മു ലഹു വഅലമു ദാലിക, ഇതെന്തൊരു മഹാസംഭവമാണല്ലോ എന്ന് അവർ ബേജാറാവുകയും അവർക്ക് വിഷമം തോന്നുകയും ചെയ്തു. അങ്ങനെ ഫഖാല ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്, ഉസ്മാൻ ഹുവൈരിസ് എന്ന ആ കൂട്ടത്തിലുള്ള ആൾ പറഞ്ഞു, മാലഹു ഖദ് അക്സറ തലക്കുസ്, ഇങ്ങനെ വീണ്ടും വീണ്ടും തലകുത്തി വീഴാൻ എന്തോ ഒരു സംഭവമുണ്ട്. ഇന്നഹാദാ ലിഅംരിൻ ഖദ് ഹദസ്, ഒരു പുതിയ സംഭവം നടന്നിട്ടുണ്ട്, അതിന്റെ കാരണത്താലാണിത്. റസൂല ജനിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മൗലവി വാശി പിടിച്ച് പറയാണ്. അതേസമയത്ത് അത് അനുഭവിച്ച ആള് പറയണെന്ത്, ഇതെന്തോ ഒരു പ്രത്യേക സംഭവം കണ്ടുണ്ടായതാണ്. എന്നിട്ട് ഇബ്നു കസീർ പറയാം, വദാലിക ഫിൽ ലൈലത്തി അല്ലതി ഉലിദ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ബിംബങ്ങൾ തല തകർന്ന് വീണത്, തലകുത്തി വീണത് അത് റസൂലുള്ള പ്രസവിക്കപ്പെട്ട രാത്രിയിലായിരുന്നു.
ണ്ടോ. എന്നിട്ട് ഫജഅല ഉസ്മാനു യഖൂലു, ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് പറയാൻ തുടങ്ങി, അയാ സനമൽ ഈദില്ലദീ സഫ ഹൗലഹു സനാദീദു വഫദും മിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഗ്ലൂബൻ ഫമാ ദാക ഖുല്ലനാ അദാക സഫീഹുൻ നം തനക്കസ്ത ലിൽ ഉത്ബി ഫഇൻ കാന മിൻ ദംബിൻ നതൈനാ ഫഇന്നനാ നബൂഉ ബിഇഖ്റാരിൻ വനൽവി അനിൽ ദംബി വഇൻ കുൻത മഗ്ലൂബൻ വനുക്കിസ്ത സാഗിറൻ ഫമാ അൻത ഫിൽ ലൗസാനി ബിസ്സയ്യിദിർ റബ്ബി. എന്താ തകർന്നു വീഴാൻ കാരണം? ഞങ്ങൾ ചെയ്ത വല്ല ദോഷം കൊണ്ടുമാണെങ്കിൽ സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ല, നിനക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ മറ്റാരുടെയോ സമ്മർദ്ദം കൊണ്ട് സംഭവിക്കുകയാണെങ്കിൽ നിന്നെ ഇനി ദൈവമാക്കി കാണുന്ന കാര്യം ആലോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഫാഖദുസ്സലമ ഫറദ്ദൂഹു ഇലാ ഹാലിഹി, ബിംബത്തെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറ്റിവെച്ചു. അപ്പോൾ ആ ബിംബത്തിന്റെ ഉള്ളിൽ നിന്നൊരു പ്രത്യേകമായിട്ടുള്ള വിളിയാളം കേട്ടു. എന്താണ്? ബിസൗത്തിൻ ജഹീരിൻ, ഒരു ഉയർന്ന ശബ്ദത്തോടുകൂടെ. എന്താണ് കേൾക്കുന്നത്? തറദ്ദാലി മൗലൂദിൻ അനാറത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഫിശ്ശർഖി വൽ ഗർബി. ഈ ബിംബം തകർന്നു വീണത്, അടുത്ത ക്ലിപ്പ് പറയാം.